ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓളും ഞാനും. അങ്ങനെ ഇന്നാണ് എൻ്റെ ട്രിപ്പിൻ്റെ ദിവസം. ഞാനിവിടെ മാഹിന്ന് പോവുകയാണ് ട്രിപ്പിന്. സ്ഥലം ഇപ്പോഴും പറയുന്നില്ല. 7 മണിക്കാണ് ട്രെയിന്. ഓക്കെ, പാറക്കുട്ടീനെ ഇവിടെ അമ്മമ്മേൻ്റെ അടുത്തും നീനുവിൻ്റെ അടുത്തും കസിൻസിൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് പോവുകയാണ്. പറൂനെ ഓക്കെ ആണോ? സങ്കടമുണ്ടോ? കുറച്ച് ഇതുവരെ പ്രശ്നമൊന്നുമില്ലേനു, ഇപ്പൊ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കസിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അവള് ഹാപ്പി ആയിരിക്കും, നമുക്കറിയാം. സേഫ് ആയിരിക്കും അറിയാം അല്ലേ? ഇനി ഞാൻ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുക. ബാംഗ്ലൂർ പോയതിന് ശേഷം മാത്രമേ ഇവിടെ എത്തുള്ളൂ. ഓക്കെ ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ ഒരു ഡ്രീമാണ് ഇന്ന് നമ്മൾ സാധ്യമാക്കാൻ പോകുന്നത്. ദാ സ്റ്റെഫി ഇപ്പം മാഹിന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും ഇപ്പം നമ്മുടെ ശാന്തിനഗർ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നേക്കുവാണ്. നമുക്ക് 10 മണിക്കാണ് ഇവിടുന്ന് ബസ്സുള്ളത്. അപ്പം നമ്മളിതാ അതിൻ്റെ പോകാനുള്ള ത്രില്ലിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു. ആളിവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അല്ലേ, നമ്മൾ ആ ത്രില്ലിങ് നിൽക്കുകയാണല്ലേ. ഞങ്ങൾ നമ്മൾ കുറേ നാളത്തെ നമ്മുടെ ഡ്രീമാണല്ലേ, ലേഡീസ് ഓൺലി. അതും നമ്മുടെ ഫസ്റ്റ് ടൈം അല്ലേ നമ്മുടെ. അതെ, അതും ഒരു 2 days ഒക്കെ മാറിയൊക്കെ. 2 days ഒന്നും അല്ല, ഒരു 3-4 ദിവസം എടുക്കും. അതെ, അങ്ങനെ നമ്മുടെ ഡ്രീമൊക്കെ ഇന്ന് സാധ്യമാകാൻ പോവാണ്. അപ്പം നമ്മളതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇനി ബസ് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഉടനെ നമ്മുടെ ബസ് വരും. ഇനി ബാക്കി വിശേഷങ്ങൾ കുറേ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബായ്. നമ്മളിവിടെ 5:30 ആയപ്പോഴത്തേന് ഇതവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഒന്ന് ഫ്രഷ് ആകാനായിട്ട് പോവാണ്. സ്റ്റെഫി എത്തുമ്പോഴത്തേനും ഒരു 10 മണിയൊക്കെ ആകുമെന്നാണ് പറഞ്ഞത്. അവളും വന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ രാവിലെ ബസ്സിലൊക്കെ അത്യാവശ്യം കിടന്നുറങ്ങി. കുറച്ചൊക്കെ കിടന്നുറങ്ങി അല്ലേ, ഉറങ്ങിയെന്ന് പറയാം. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ജേർണിയായിരുന്നു. ഇതാ വന്നു. ഇനി നമ്മൾ ഫ്രഷായിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും സ്റ്റെഫി എത്താറാകുമ്പോഴത്തേനും നമ്മൾ റൂമിലോട്ട് എത്തും കേട്ടോ. പിന്നെ ഓട്ടോക്കാരൊക്കെ നമ്മൾ വരുമ്പോഴേ അവർ ഈ ഇവിടുന്ന് അടുത്ത് എന്താ ഒന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ജസ്റ്റ് നടന്നാൽ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ വരുന്നിടത്ത് അവർ 200 പറയും. പിന്നെ നമ്മൾ ചോദിച്ച് റേറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് പറഞ്ഞപ്പോഴത്തേന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂമ് നമ്മളിതാ ഫ്രഷായിട്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം എത്ര മണിയായി? 6:15. ഇപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോയാൽ മതി. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ വരാമെന്ന് ഓർത്തു. അന്നേരത്തേനും സ്റ്റെഫി എത്തും. എന്നിട്ട് നമുക്കിതുവഴി ഒന്ന് തേരാപ്പാര ഒന്ന് നടന്ന് നോക്കിയേക്കാം. പോണ്ടിച്ചേരിയിലെ മോർണിംഗ് വോക്കാണ് ഞങ്ങളുടെ. അത്യാവശ്യം തണുപ്പുണ്ടല്ലേ? അത്യാവശ്യം ബാംഗ്ലൂരിൽ അത്രയും വിറക്കുന്ന ടൈപ്പില്ലെങ്കിലും നമ്മൾ രാവിലെ എത്തിയപ്പോൾ പെട്ടെന്നല്ലേ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയൊരു തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ തണുപ്പൊക്കെ അങ്ങ് മാറും. ഇനി ഡിസംബർ ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു തണുപ്പെങ്കിലും ഉണ്ടാകുന്നത്. ഇവിടെ തൊട്ടടുത്തൊരു പോത്തീസൊക്കെ ഉണ്ട്. അല്ല, സിഗ്നൽ എടുത്ത് ഷെയർ ഓട്ടൊക്കെ വരുമെന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ നിന്ന് ബീച്ചിലോട്ട് പോവാം. നമ്മളിവിടെ ഇതാ ബീച്ചിൻ്റെ സൈഡിൽ വന്ന് ഇവിടെ ഇരിക്കുക കേട്ടോ. ഇവിടെ ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിന്നിതാ ഒരു ചലഞ്ചിൽ നിൽക്കുകയാണ്. കടലമ്മ കുറെ നേരമായിട്ട് നമ്മുടെ കാട്ടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് എപ്പം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം അല്ലേ? എപ്പം വേണേലും വെള്ളം കയറാം. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഈ ഹാർട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കും. പെറുക്കടി കൊണ്ടുപോയി മുള്ള കൊണ്ടുപോയി. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹാർട്ടിനെയാണ് കൊണ്ടുപോയത്. അതെ, ഇതിപ്പോ എത്രാമത്തെ തവണയാണെന്നറിയാം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും, ഉറപ്പാണ്. ഇവിടെ തൂത്ത് വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതാ കടല ഇവിടം വരെ കൊണ്ടുപോയി ഞങ്ങൾ വീണ്ടും കയറ്റി. ഇതിപ്പോ എത്രാമത്തെ തവണയാണ്? ഒരു 3-4 തവണയെങ്കിലും ആയിട്ടില്ലേ? 4ാമത്തെ തവണയാണ് ഞങ്ങൾ ഈ ഹാർട്ട് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കാം, ഇതാ വരുന്നുണ്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതാ നമ്മൾ അങ്ങനെ ഹാർട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ചോണയുണ്ടെ കടല ഇത് എടുത്തിട്ട് പോവും അല്ലേ? നമ്മൾ ഇത്രയും സാധനം വെച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഇനി എടുത്തു. ഇതാ എത്തിയിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ മാഡം, നിങ്ങൾ എവിടെ നിന്ന് വരുവാ? അവള് ഫ്രിഡ്ജിൽ നിന്നാണ് പറഞ്ഞു. നീ ഫ്രഞ്ചിലേ പറയാവുള്ളൂ കേട്ടോ. എന്താണ് ഇവിടെ പരിപാടി? ഇതുവരെ റൂമിൽ കയറാറായിട്ടില്ലേ? നീ 5:30 വന്നോളല്ലേ ഇവിടെ? ഞങ്ങളൊന്നും കണ്ടുമായിരുന്നു. മുനിസിപ്പാലിറ്റിയുടെ ഫ്രഞ്ച് ബുക്ക് ചെയ്യണോ ചേച്ചി? ഓക്കെ, താങ്കൾ നേരത്തെ ബുക്ക് ചെയ്തില്ല? എനിക്കിന്ന് ഫ്രീയാ. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന റൂമില്ല ഞാൻ. അതെ, റൂം എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. ഞാനും അശ്വും ഒന്ന് രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി, ഒന്ന് ഫ്രഞ്ച് കോളനി റോക്ക് ബീച്ച് ഒന്ന് കണ്ടിട്ട് വന്നു. ഒരുത്തി ഇപ്പം വന്ന് വലിഞ്ഞു കയറി വന്നതേ ഉള്ളൂ. അതും നിന്ന നിപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചോണ്ട് വന്നു. ഓട്ടോക്കാരൻ്റെ തെറിവിളിയും കേട്ട് വിളിച്ചെടുത്തോണ്ട് വന്നതാണ് ഞങ്ങളിപ്പം. എന്നിട്ട് പറ്റിക്കും, നല്ല പറ്റിയിലാണ്. കാരണം അവർ ഒരു 200 ആണ് ചാർജ് പറയുന്നത്. എന്നിട്ട് 80 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ കൊണ്ടുവിടും. പക്ഷെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കണം. എന്താ ഇപ്പം ഞങ്ങളിതാ റൂം ബുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി റൂം അകത്ത് പോയി കാണാം. ഇതാണ് നമ്മുടെ റൂം. നമുക്കിത് മതി. ജോയിത് എവിടെ കിടന്നോളൂ. ഇതാണ് ഗൈസ് റൂം. താങ്ക് യു അണ്ണ. ഇങ്ങനെ ഇരുന്ന് സാപ്പിടാം. അതാ എ സി ഉണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാവും. സോപ്പ് വലിയ അത്യാവശ്യം വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ്. ഒന്ന് വേറെ അതാണ് നിന്റെ നാക്കെടുത്തപ്പോഴേ തോന്നി AC ഓണാകും. ഞാനിന്ന് അപ്രമാദിക്കും മനസ്സിലോട്ട്. നമുക്ക് റൂമിൽ തന്നെ എടുക്കാല്ലോ, എങ്ങും പോകണ്ട. നമ്മുടെ അടുത്ത് സായിപ്പന്മാരും അത് കഴിച്ച് നീ അതിന്റെ വീഡിയോ പോയിട്ട് മാത്രം ഇടരുത്. ഫുഡ് കണ്ടിട്ടാണോ വേറെന്തെങ്കിലും? നമ്മളെ
ഒരു ചലഞ്ച് പെട്ടെന്ന് ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തിരിക്കുന്ന രണ്ടാൾക്കാർ ഫോറിനേഴ്സ് ആണ്. അപ്പൊ അവരടുത്ത് ജസ്റ്റ് അവരെ നാട് എവിടെയാണെന്ന് ചോദിക്കണം. എത്രയുള്ളൂ അവിടെ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം ചോദിക്കോ ഇല്ലയോന്ന്. ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങളെ നാട് എവിടെയാണ് ചോദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരെ വീഡിയോ എടുക്കുന്നത്. അത് നമ്മൾ പ്രൈവസി പ്രശ്നമാണ്. അവരോട് പെർമിഷൻ ചോദിക്കണം, നമ്മൾ എടുക്കാൻ പാടില്ല. അവര് ചോദിക്കണം മാത്രം, അവരെ കാണിക്കുന്നില്ല. ഇപ്പൊ ചോദിക്കും, ഇപ്പൊ അവര് കഴിക്കാൻ തുടങ്ങി. ചോദിക്കാം, നമ്മൾ ചോദിക്കുവോ? ചോദിക്കോളൂ. ഇറങ്ങി സ്കൂട്ടിക്ക് നമ്മൾ ചോദിച്ചു, കിട്ടിയില്ല. തരാന്ന് പറഞ്ഞു. പക്ഷെ അല്ലല്ല, ആ ചേട്ടൻ സ്കൂട്ടി അല്ല, പൾസർ ആയിരുന്നു. എന്നിട്ട് പറഞ്ഞു ആരോ തട്ടിയിട്ട് പോയി. മിക്കവാറും. അപ്പൊ ഇവിടെ തൊട്ട് മുന്നിൽ പോത്തീസ് കണ്ടോടെ നമുക്കൊന്ന് പോത്തീസ് കയറണമെന്നുണ്ട്. അതാണ് നമ്മുടെ പോത്തീസ് അതാണ് നമ്മുടെ റൂം അതിന്റെ തൊട്ട. എങ്ങോട്ടാ പോന്നേ? കാറ്റ് ഭയങ്കര കാറ്റാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴും സീനായിരിക്കത്തില്ല. ഞങ്ങളെല്ലാ ഓട്ടോയിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കുണ്ട്. നമ്മൾ വേറൊരു വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ്സ് ആയിട്ട് കാണുന്നത് അല്ലേ? ഇവിടെ നമ്മളൊക്കെ പരിചയമുള്ള ഒരാളുണ്ട്. അതെ, എവിടെ ചെന്നാൽ ഇന്ന് ഞങ്ങൾ രാവിലെ ഇവിടുന്ന് കേട്ടോ കോഫി എടുത്തത്. അവിടെ KBS ഒക്കെ ഒരു പണിയില്ലാണ്ട് ഇതാ ഫ്രഞ്ച് അമ്മായിയും അമേരിക്കൻ അമ്മായിയും കൂടി ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രഞ്ച് അമ്മായിയാണ് ഈ ബാഗൊക്കെ ഇട്ടോണ്ട് പോകുന്നത്. അമ്മായി, അമ്മയുടെ പേരെന്താണ്? അമ്മായിന്റെ മുഖം നോക്കിക്കോ. ഇല്ല, ഞാൻ കാണിക്കില്ല, എന്റെ മുഖം ഞാൻ കാണിക്കൂല. ഹായ്. ഫ്രഞ്ച് കോളനി വന്നിട്ട് എല്ലാരും ഫോട്ടോസ് ഒക്കെ എടുക്കണ ഇതുപോലത്തെ. ഇത് ശരിക്കും ഇത് കഫേ അല്ലല്ലോ. എനിക്കൊന്ന് ഡ്രസ്, ബാഗ്സ് ഇങ്ങനത്തെ ഇതാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു ഫ്രഞ്ച് മോഡൽ. ഇവിടെ ഒരു ഫ്രഞ്ചുകാരി നിൽപ്പുണ്ട്. അവിടെ ഒരു ഫ്രഞ്ചുകാരി നിൽപ്പുണ്ട്. അതെ, പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ ഇതുവഴി നടക്കാനായിട്ട്. ഇപ്പം ഞങ്ങളിത് ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് അധികം വെയിലൊന്നുമില്ല. ഇതുവഴി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഫ്രഞ്ച് കോളനിയിൽ നിന്ന് നടന്ന് നമ്മുടെ റോക്ക് ബീച്ചിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല കാറ്റാണ്. അല്ലേടി, ശരിക്കും ആർക്കുമ്പോ ഒരു ഉപ്പരസമൊക്കെ വരാറുണ്ട് കേട്ടോ. എനിക്കൊന്നും അറിഞ്ഞൂടാ, എന്റെ സമ്മതിച്ചു കൊടുത്തതാ. ഇല്ല, നീ നാക്കൊന്ന് കുറച്ചേരം കഴിഞ്ഞിട്ട്. അതെനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല. നീ ചോദിക്കാൻ ചോദിക്കുന്നില്ല. വേണാക്കാ. അയ്യോ, എന്താണ് ജോത്സ്യൊക്കെ അശ്വതിനെ പാത്താലെ അഴകാണ് പൊണ്ണ്. அந்த முகத்தை பாரு, எத்தனை பிள்ளை எத்தனை பொறுக்குங்க. சொல்லுங்க, ஜஸ்ட் சொல்லுங்க. അപ്പൊ പോയാച്ച് தெரிஞ்சா അഴകാണ് പയ്യനെ കിട്ടും, ഹസ്ബൻഡിനെ കിട്ടും. ഉനക്ക് വേണമാ? ഒന്ന് വേണ്ട, ഒന്ന് ഒന്നേ പോതും. പോതും. ഇവള് താൻ സിംഗിൾ. നല്ല കാറ്റാണ്. മുടിയൊക്കെ വന്ന പോലല്ലേ ഇതിലേക്ക്. നല്ല രസമാണ് പക്ഷെ വന്നിരിക്കാനായിട്ട്. നല്ല
മഴ പെയ്യുന്ന പോലത്തെ ഒരു ഫീൽ അല്ലേ, അതായത് മഴ പെയ്തോണ്ടിരിക്കുന്ന ഒരു ഫീല്, ആ ലൈറ്റ് പോയിട്ട്. ആ നമുക്ക് കയറി പാട്ടൊക്കെ പാടാം. നീ പാട്ട് പാട്, മറ്റേ ടൈറ്റാനിക്കിലെ പാട്ട് പാട്. ആ പാടേ, ആ പാട്. ആ നീ ഫ്രണ്ടിൽ പോയിക്കോ അവളുടെ മറ്റേ ടൈറ്റാനിക്ക് നിൽക്കുന്ന പോലെ നിൽക്കേ. ആ ഓക്കെ, ഇനി പാട്. ആ പാടിക്കോ. ആ നിങ്ങള് ഡാൻസ് കളിക്ക് ഇറങ്ങ. നശിപ്പിച്ചു. ആ യെസ് വെക്ക്. ചോണയുണ്ട് കളിക്കടി, ചോണയുണ്ട് കളിക്ക്. ചലഞ്ച് എനിക്ക് കൊടുത്ത എന്റെ പണി ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കാന്ന് ഓർത്ത് എനക്കാണ്. ഓക്കെ, ആ ഇവള് പാടും, നിങ്ങൾ സ്റ്റെപ്പ് ഇടും. ഓക്കെ. ആ കള്ള ബീച്ചിനുള്ളിലുള്ള ഒരു ചർച്ചിലാണ്. നല്ല രസമുള്ളൊരു ചർച്ച്. നമ്മളിപ്പം എവിടാ നിൽക്കുന്നതെന്നറിയാവോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഇന്ന് നമ്മൾ എവിടാ നിൽക്കുന്നതെന്ന്? ഇന്ന് എവിടാണ് നമ്മളിവിടെ നിൽക്കുന്നത്? കഫേ ആക്കിയിട്ടുണ്ട്. അതെ, നമ്മള് ഇതിനു മുന്നേ പ്ലാൻ ഇട്ടു നമുക്ക് ഈ മൂവിയിലെ ഇവിടെ തന്നെ വരണമെന്നും ഈ കഫേയിൽ കയറണമെന്നും. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പോവാട്ടോ. അത്യാവശ്യം വലിയൊരു കഫേ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ സ്റ്റെപ്പൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഒരു ഫിലിമിന്റെ അല്ലേ സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ? അതെ അതെ, ആ സ്റ്റെപ്പ് ഒരു ഹൈലൈറ്റ് ആണ്. അതെടാ വേണു. പിന്നെ താഴെ കണ്ടോ ഈ ഒരു കളർ ചേഞ്ച്, ആ പെയിന്റൊക്കെ ഒന്ന് മാറ്റി അല്ലേ. എന്തായാലും നല്ല രസമുണ്ട്. അപ്പൊ ഇവിടെ അത്യാവശ്യം ഫുള്ളാണ്. നമ്മളതുകൊണ്ട് വെയിറ്റിങ്ങിലാണ്. ഇപ്പൊ അവര് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സീറ്റ് ഒരുക്കി തരും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വരുമ്പോൾ ഫുഡിൻ്റെ ഒരു കുഞ്ഞു ഷോപ്പ് കേട്ടോ. അവിടെ അടിപൊളി സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കാണാൻ നല്ല രസമുണ്ട്. ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പ്രോൺസ് വാങ്ങിച്ചാലോ? നമ്മളിതൊക്കെ വാങ്ങിച്ച് ഇതിലൂടെ വരുന്നതാണ്. ഞാനിത് ഒരു മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? 110 രൂപ. ഓക്കെ, അപ്പോ ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ റൂമിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ ഭയങ്കര റഷാണ്. ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം.
എന്തായാലും 2 വീഡിയോ ഇവിടെ മാത്രം ഉണ്ടാവും. നമ്മൾ എന്തായാലും 2 ദിവസം ഇവിടെ ഉണ്ടാവും. സോ അടുത്തത് നമുക്ക് നാളെ ഇടാം. നാളത്തെ ദിവസം ഫുൾ ഫുഡ് സ്ട്രീറ്റ് ആണ്. ചെല്ലടാ. രാവിലെ ഒരു മൂഡ്, വൈകുന്നേരം വേറൊരു മൂഡ്. യെസ്, ശരിക്കും ഇവിടെ നമ്മൾ രാവിലെയും വരണം, വൈകിട്ടും വരണം. രണ്ടൊരു എന്താ പറയാ, 2 എക്സ്പീരിയൻസ് ആണ് അല്ലേ? അത് തന്നെ, സത്യമാണ്. രാവിലെ ഒന്ന് കാമാണ്, എന്ന് വെച്ചാല് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഫോട്ടോസും റീൽസ് ഒക്കെ സമാധാനത്തിലെടുക്കാം. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഭയങ്കര രസമാണ്. നമുക്ക് എന്താ പറയുക, ഇതുപോലെ തിരക്കാണ്, റോഡ് ഫുള്ളാണ്. അപ്പൊ രാവിലെ വന്ന് മാക്സിമം ഫോട്ടോസ് ഒക്കെ എടുക്കാം. വൈകിട്ട് 150. എന്നാ അപ്പോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബാക്കി നമ്മൾ ഓട്ടോ കാരണമായിട്ട്. അതെ, ബൈ.